മന്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ സ്കിൽ മൈൻഡ്സിലേക്കുള്ള ലിങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ തീൻമേശയിലെ താരമായി മാറിയ ഒരു വിഭവമുണ്ട്. അതെ, മന്തി. അറേബ്യൻ രുചിയുടെ ഈ രാജാവ് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം കുഴിമന്തിയായത്? ആരാണ് ഇതിന്റെ ശരിക്കുള്ള കണ്ടുപിടുത്തക്കാർ? ഇതിന്റെ ഒറിജിനൽ പേര് എന്താണ്? ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ മന്തിയുടെ കഥയും ചരിത്രവും നമുക്ക് തേടിപ്പോകാം. മന്തി ആരാണ് കണ്ടുപിടിച്ചത്? മന്തി എന്ന പരമ്പരാഗത വിഭവം യമനിലെ ഹദ്രമൌത്ത് മേഖലയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതാരാണ് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് ഒരൊറ്റ വ്യക്തിയുടെ പേര് ലഭ്യമല്ല. പകരം യമൻ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ നാടോടികളുടെയും മറ്റുമിടയിൽ നിന്നാണ് ഈ പാചകരീതി വികസിച്ചു വന്നത്. മന്തിയുടെ ഒറിജിനൽ പേരെന്താണ്? വിഭവത്തിന്റെ പേര് അറബിയിൽ മന്തി, ടെക്സ്റ്റ് മെനു എന്നാണ്. മഞ്ഞ് അല്ലെങ്കിൽ ഈർപ്പം എന്നൊക്കെ അർത്ഥം വരുന്ന നദ ടെക്സ്റ്റ് എയു എന്ന അറബി വാക്കിൽ നിന്നാണ് ഈ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇറച്ചി സാവധാനം പാചകം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൃദുവായതും ഈർപ്പമുള്ളതുമായ ടെൻഡർ ആൻഡ് മോയ്സ്റ്റ് ഘടനയെ ഇത് സൂചിപ്പിക്കുന്നു. മന്തിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്താണ്? മന്തി ഒരു പരമ്പരാഗത വിഭവം എന്ന നിലയിൽ പോഷകങ്ങളുടെ ഒരു സന്തുലിതമായ മിശ്രിതം നൽകുന്നു. പ്രോട്ടീൻ. ഇതിലെ പ്രധാന ചേരുവയായ മാംസം, ചിക്കൻ അല്ലെങ്കിൽ ആട്ടിനിറച്ചി പ്രോട്ടീന്റെ നല്ല ഉറവിടമാണ്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്. ബസുമതി അരി പ്രധാനമായും ഊർജ്ജം നൽകുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ആരോഗ്യകരമായ സുഗന്ധവ്യഞ്ജനങ്ങൾ. മന്തിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ, ജീരകം, മല്ലി, ഏലം, ഗ്രാമ്പു തുടങ്ങിയ പല സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ആന്റി ഇൻഫ്ലമേറ്ററി, വീക്കം കുറയ്ക്കുന്ന ഗുണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുകളുമുണ്ട്. ഉദാഹരണത്തിന് മഞ്ഞളിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. പാചകരീതി. പരമ്പരാഗതമായി മന്തിക്കുഴിയിൽ വെച്ച് മത്ബി ആവിയിലാണ് സ്റ്റീം വേവിക്കുന്നത്. ഈ സാവധാനത്തിലുള്ള പാചകരീതി കാരണം ഇറച്ചി മൃദുവായി വരികയും പോഷകങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. എണ്ണയുടെ ഉപയോഗം കുറവായതിനാൽ മറ്റു ചില വിഭവങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യകരമായേക്കാം. അപ്പോൾ യമനിലെ മരുഭൂമിയിൽ നിന്നും തുടങ്ങി നമ്മുടെ കേരളത്തിലെ തീൻമേശ വരെ എത്തിയ മന്തിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത തവണ മന്തി കഴിക്കുമ്പോൾ ഈ ചരിത്രം കൂടി ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഡോക്ടർ സ്കിൽ മൈൻഡ്സിലേക്കുള്ള ലിങ്ക് ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. സ്മാർട്ട് എഡ്യൂക്കേഷൻ സ്കിൽസ്.